ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ അബഹിയിലെ ജഗരാന്ത പൂക്കൾ കാണാനുള്ളൊരു യാത്രയിലാണ്. അപ്പോൾ എന്താണ് ജഗരാന്ത പൂക്കൾ അല്ലേ? നിങ്ങൾ ഈ റീൽസിലും കുറേ ഇൻസ്റ്റാ വീഡിയോസിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഈ സീസണിലായിട്ട് കാണുന്ന ഈ പർപ്പിൾ കളറ് ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന ആ പൂക്കളില്ലേ, അതാണ് നമ്മളെ ജഗരാന്ത പൂക്കൾ. ഞങ്ങൾ നടന്നു കേട്ടോ പോകുന്നത്. ഞങ്ങൾ റൂമിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഒരു ഈവനിങ് ടൈമിനാണ് ഞങ്ങൾ പോകുന്നത്. എന്തായാലും ആ റോഡ് സൈഡ് ഫുള്ള് നിറയെ ആൾക്കാരുണ്ടാവും എന്നുള്ള ഉറപ്പിലാണ് ഞങ്ങൾ പോകുന്നത്. ആ ദൂരെ കാണുന്നതില്ല, ഇതാണ് നമ്മളെ അസീർ മ്യൂസിയത്തിൻ്റെ ബേക്ക് ഭാഗങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട്, കുറേ ജോലിക്കാരൊക്കെ കാണുന്നില്ല ഞങ്ങൾ. അപ്പോൾ ഈ അസീർ എന്ന് പറഞ്ഞാൽ നമ്മളെ അബഹ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രവിശ്യയാണ് അസീർ എന്ന് പറഞ്ഞാൽ. ഈ നീല കാണുന്നില്ലേ, അതൊക്കെ മുനിസിപ്പാലിറ്റീൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. മറ്റേത് മ്യൂസിയമാണ്, അതിൻ്റെ ബാക്ക് ഭാഗമാണ്. അപ്പം ഞങ്ങളിതുവരെ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. പിന്നെ അവിടെ എല്ലാം വൺ വേ ആയതുകൊണ്ട് ഈ ക്രോസ് ചെയ്യാൻ വലിയൊരു പാടില്ല. നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്താൽ മതി ഓരോ കാര്യങ്ങളെ. പിന്നെ ഈ മ്യൂസിയത്തിൻ്റെ ഒക്കെ ബാക്കിലായിട്ട് നല്ലൊരു വാക്ക് വേ ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങളിങ്ങനെ നടന്ന് ഈ മ്യൂസിയവും മുനിസിപ്പാലിറ്റി ഒക്കെ കടന്ന്, ഇപ്പോൾ അത്യാവശ്യം നല്ല വണ്ടികളുണ്ട്, കാരണം ഈവനിങ് ടൈം അല്ലേ. അപ്പോൾ എല്ലാവരും ജോലി കഴിഞ്ഞ് പോകുന്ന ആ ഒരു ടൈം ആയിരിക്കും. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് അവിടേക്ക് എത്താനായി. ഇപ്പോൾ ഈ ലെഫ്റ്റ് ഭാഗത്തേക്ക് കാണുന്ന അവിടെ വലിയൊരു ഗ്രൗണ്ടാണ്. അതാ മ്യൂസിയത്തിൻ്റെ മുന്നൊക്കെ ആയിട്ട് വരും. പിന്നെ ഏതാണ് നമ്മൾ ആ ജഗരാന്ത പൂക്കളുള്ള ഒരു സ്ട്രീറ്റ് പോണെയാണ് കേട്ടോ അവിടെ. അപ്പോൾ നടുവിലൂടെ ഒരു റോഡും രണ്ട് ഭാഗത്തും ഫുള്ള് നിരന്ന് നിൽക്കുന്ന മരങ്ങൾ, ഫുൾ പർപ്പിൾ കളർ. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എത്തിയില്ല, പക്ഷേ ഇവിടെ നിന്ന് നോക്കിയാൽ ഫുള്ളൊരു പർപ്പിൾ കളർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് കയറുന്ന ഒരു എൻട്രൻസ്. നമ്മൾ രണ്ട് കുട കമത്തി പോകാനുള്ള 2 സ്ഥലങ്ങൾ എന്നൊക്കെയാണ് പറയൽ. അപ്പോൾ ഈ എൻട്രൻസൊക്കെ കഴിഞ്ഞ് നല്ല തിരക്കാട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടല്ല കുറേ കുടകളൊക്കെ കമത്തി നിൽക്കണേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറയാറ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പർപ്പിൾ ലോകത്തേക്ക് നമ്മളിങ്ങനെ എത്തി. അപ്പോൾ 2 സൈഡിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ജഗരാന്ത പൂക്കൾ. ഈ സാധാരണ ഈ മാർച്ച് തൊട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇതിവിടെ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഈ തണുപ്പ് മാറി ചൂട് വരുന്ന ഈ കാലമല്ലേ. അബഹ എന്ന് പറയുമ്പോൾ വലിയ ചൂടൊന്നുമില്ല ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുള്ള ഏരിയ ആണ്. അപ്പം ആ ചെറിയൊരു ചൂട് വരുന്ന ആ ടൈമിന് ഫുള്ളിങ്ങനെ പർപ്പിൾ കളറായിട്ട് ഇവിടെ ഫുള്ള് പൂത്ത് കാണും. ഇപ്പോൾ ഇവിടെ ഈ ഗവൺമെൻറ് കുറേ മരങ്ങൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് നട്ടിട്ടുണ്ട്. കാരണം അത്രയും ഇപ്പോൾ ടൂറിസമാണ് ഇവിടെ മെയിനായിട്ട് ഇവർ നോക്കുന്നത്, ആൾക്കാർ വരാനും ചെയ്യാനൊക്കെ. ഞങ്ങൾ ഇച്ചിരി ഒരാളൊഴിഞ്ഞ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ. ഇവിടുത്തെ ആൾക്കാരൊന്നും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ മെല്ലെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട്. ഈ ജഗരാന്ത മരങ്ങൾ നമ്മളെ ഒരു അലങ്കാര വൃക്ഷങ്ങളായിട്ടാണ് കേട്ടോ സാധാരണ കാണപ്പെടുന്നത്. അപ്പം പല സ്ഥലത്ത് വല്ല സമാധാനത്തിൻ്റെ പ്രതീകമായിട്ടൊക്കെ കണക്കാക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ ട്യൂസ്ഡേ മാർക്കറ്റ്, പക്ഷെ ഇപ്പോൾ ഇവിടെ അത് വർക്കിംഗ് അല്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോയിൽ. അപ്പോൾ ശരി, ഇനി പുതിയ വീഡിയോയും വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.